ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു ആസ്. അപ്പം അനീഷിൻ്റെയും എൻ്റെയും ബർത്ത്ഡേ ഇന്നാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ ഇന്നലെ രാത്രി സെലിബ്രേറ്റ് ചെയ്തു, കേക്കൊക്കെ കട്ട് ചെയ്തു, നല്ല അടിപൊളി ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. അപ്പം രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണമെന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പീരീഡ്സ് തന്നെ ചതിച്ചു. സോ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനും വിമലും എണീറ്റിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം കൂടെ എണീക്കാനുണ്ട്, ഉറങ്ങും അവർ. അപ്പോൾ എനിക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു. അതുപോലെ തന്നെ അവനും സ്ഥലം മാറി കിടന്നിട്ട് ഉറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനും നേരത്തെ എണീറ്റിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായ ഇടാണ്. സോ അങ്ങനെ ഞാൻ ചായ ഇടാനായിട്ട് കിച്ചണിലോട്ട് വന്നാൽ ഇനി അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. സോ ഞാൻ ഇന്നലെ രാത്രി 10 മണിയായി എത്തിയപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി. രാത്രി 10 മണിയായി എത്തിയപ്പോൾ പിന്നെ കുളിച്ച് ഫ്രഷായി. പിന്നെ ഇവരുടെ കൂടെ കുറച്ച് നേരം ചില്ലടിച്ചിരുന്ന് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ 2-3 മണിയായി. 3 മണി എങ്ങണ്ടായി തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് അവരെണീക്കാൻ ലേറ്റാവും. അവരെണീറ്റിട്ട് വേണം ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷായി എവിടെയാണെങ്കിലും പോകണമെങ്കിൽ പോകണം. അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ. എനിക്ക് ആക്ച്വലി പായസം കുടിക്കണമെന്നുണ്ട്, പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനും മുട്ടയും പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വന്നാലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. അവനോട് ചോദിച്ചു നോക്കട്ടെ എന്നാ പറയുമെന്തോ. ആരണ്ടൊക്കെയോ സ്റ്റോറി മെൻഷൻ ചെയ്യുന്നു ഗൈസ്. അപ്പം ഞാൻ അവർക്കൊന്ന് സെറ്റാക്കി ഇടട്ടെ. അപ്പം ചായക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുക്കളയൊക്കെ മെസ്ഡാട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഒരു ഫംഗ്ഷൻ നടന്ന വീടല്ലേ, നമുക്ക് ഒതുക്കി പെറുക്കാനുള്ള നേരമൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെയാ. അപ്പം നമ്മളിതാ കബൺ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. കൂടെ മുട്ടയുണ്ട്, അനീഷുണ്ട്, പ്രിയ. വെർ ഈസ് പ്രിയ? വേർ ആർ യു? പ്രിയ. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്രേ തന്നെ. അപ്പം എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മളിതാ എത്തിയിരിക്കുകയാണ് ഗൈസ് കബൺ പാർക്കിൽ. ആക്ച്വലി ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരുന്നു ഈ ഒരു ഇയർ. സോ സം പേഴ്സണൽ ഇഷ്യൂസ് കാരണം. അപ്പം എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞു അനീഷിൻ്റെയും എൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ എൻ്റെ ബർത്ത്ഡേ നാട്ടിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് പ്രിയ എന്നെ വിളിച്ചിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീദി വാ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ പ്രിയയുടെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ എന്തായാലും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ നാട്ടിൽ പോയിട്ട് നേരെ കയറി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലൊക്കെ പോയിട്ടൊന്ന് എല്ലാവരും കണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ഒരു ആൾക്കൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ അത് പാലിക്കാൻ പറ്റണമല്ലോ. ഞാൻ അങ്ങനെയാണ്. എനിക്ക് പ്രോമിസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആ ഒരു പ്രോമിസ് പാലിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നിന്നവിടെ അപ്പം അങ്ങനെ അത് അവരവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് കയറി വന്നത്. രാവിലെ വന്നിട്ടും 15 മണിക്കൂറോളം ഞാൻ ട്രാവൽ ചെയ്തു. നല്ല ടയേർഡായിരുന്നു. റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ബഹളവും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കും പാർട്ടി അതും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ലേറ്റായി കിടന്നപ്പോൾ അങ്ങനെ രാവിലെ എല്ലാവരും കോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു. പിന്നെ അതിൻ്റെ മെസ്സേജിന് റിപ്ലൈസ് തരലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട്. അല്ലേ, ആർക്കും തരാതിരുന്നിട്ടില്ല. എല്ലാ മെസ്സേജും റീഡ് ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട് മെസ്സേജിനെല്ലാം. അപ്പം വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്നെ ഇന്നത്തെ ദിവസം ഓർത്തതിന് വളരെ നന്ദി. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക എല്ലാവരും. കാരണം എനിക്കറിയാം ഞാൻ ബിഗിനറാണല്ലോ, അതിൻ്റേതായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് മാറ്റി കൊണ്ടുവരാം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഇപ്പം കബൺ പാർക്കിലെത്തി. ഞാൻ ഈ കബൺ പാർക്കിൽ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ഡോണ ഒക്കെ ആയിട്ട് വന്നിട്ട്, തേർഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ഡോണയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെല്ലാവരും കൂടെ വന്നത്. ഇത് ജസ്റ്റ് പ്രിയയ്ക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി നമുക്ക് വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ബർത്ത്ഡേ അത്രയ്ക്കും ഗ്രാൻഡൊന്നും ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ. അപ്പോൾ വാ, ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബാംഗ്ലൂരുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലമാണ്. അതുപോലെ എന്താ പറയണ്ടത്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന, അതുപോലെ റഷൊന്നും ഇല്ലാത്ത, നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വന്ന് എൻജോയ് ചെയ്യൂ ഗൈസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി. വാ. എന്തുവാടാ കഴിക്കുന്നത്? ബേൽപൂരി, മസാലപൂരി. നമ്മുടെ ഡിന്നർ ലഞ്ചാണ്.
ഹലോ, അപ്പം ഞാൻ ദഹിപൂരി ട്രൈ ചെയ്യാൻ പോണേ. ഇതിൽ മസാല പൂരി, അതിൽ കേടൊഴിച്ചത് ഞാൻ ആക്ച്വലി എനിക്ക് ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കിട്ടും. അപ്പം അങ്ങനെ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്ക് ആദ്യം ഈ പാനിപൂരി, മസാല പൂരി ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം ഇവിടെ കുറേ നാളായല്ലോ, അങ്ങനെ കഴിച്ച് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഓക്കെയാണ്. ഹിന്ദിക്കാരന് ഒരു ഹിന്ദിക്കാരനെ കൂടെ സെറ്റായ ഓക്കെയാണ്. അയ്യോ, ഒരു മിനിറ്റുകാരൻ ഇപ്പം വിളിക്കാമേ. സീരിയസ്ലി ഞാൻ എടുത്തില്ല കേട്ടോ. For you. Thank you so much. Thank you. See guys, my second cake. Second cake. Second cake. कट करो अंजू इടുന്നോ തറയണോ ഇരുന്നു ഇവിടെ ഇരിക്കാനാ ഐഡി ചൽത്തോയി ആ കടലാസ് ഇവിടെ വീഡിയോ വേണോ Happy birthday to you. Happy birthday to you, Anju. Happy birthday to you. വാ അനീഷ് വാ ഫസ്റ്റ്. ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് പ്രാവശ്യം. മക്കളെ, നമ്മളിതാ അടുത്ത കേക്ക് കട്ട് ചെയ്തു. കേക്ക് നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു ചാലഞ്ച് തന്നിരിക്കുകയാണ് അവർ. ഈ കേക്ക് എല്ലാവർക്കും കൊടുക്കണം. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കപ്പിൾസ് ഇരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യും? നിങ്ങൾ തന്നെ ഒന്ന് പറ. പക്ഷേ എനിക്കാണെങ്കിൽ ഇത് കൊടുക്കുക വേണം. അതാണ് ഇവരെനിക്ക് തന്നിട്ടുള്ള ടാസ്ക്. അപ്പം ഇത് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്ന് നോക്കാം അല്ലേ. അപ്പം ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് എന്താ നിങ്ങൾ വാങ്ങിച്ചു തരാൻ പോകുന്നത്? പറ, ഞാൻ ചോദിക്കുന്നത് വാങ്ങിച്ചു തരുമോ? മേടിച്ചു തരുമോ? Oh, cake. Just for. Where? Thank you. Thank you. അപ്പം ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഐ വോണ്ട്. എന്താ വാങ്ങിച്ചു തരാൻ പോകുന്നത്? Yes, I'm very happy. Thank you so much. I didn't expect anything, but you guys made me like special. Something special. Actually, ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പം താങ്ക് യു സോ മച്ച് അനീഷ്. ഇവരൊക്കെ ലീവ് എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പടിച്ച് എറണാകുളത്ത് നിന്ന് ഓടി വന്നത്. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. അപ്പം അടുത്ത ബർത്ത്ഡേ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനീഷ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ചാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പം ഇനി നമ്മൾക്ക് എന്താ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പം ഗൈസ് ഇതാ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവരുടെ. അപ്പം അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. സീരിയസ്ലി ഇത് എനിക്കൊരു സർപ്രൈസായിരുന്നു. ഞാൻ വിചാരിച്ചില്ല. ലൈക്ക് എന്താ പറയേണ്ടതെന്ന്, ഞാനും അനീഷും ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ബർത്ത്ഡേസിലും ഞാൻ നാട്ടിലായിരിക്കും, അവനൊന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പം ഇത്തവണ എൻ്റെ അടുത്ത് പ്രിയ റിക്വസ്റ്റ് ചെയ്ത്, കഴിഞ്ഞ തവണ പ്രിയ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഐ തോട്ട് ടു ലൈക്ക് ഐ വോണ്ടഡ് ടു സെലിബ്രേറ്റ് വിത്ത് ദം. ആൻഡ് ഞാൻ അടി ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു ദിവസം ലൈക്ക് അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നത്.